അംശുമ്പടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. കാണാം പ്രധാന വാർത്തകൾ. മുംബൈയിൽ മഴക്കാലക്കെടുതി. ഘാട്ട്കോപ്പറിൽ മണ്ണിടിച്ചിലിൽ 3 കുട്ടികളടക്കം 8 മരണം, നിരവധി പേർക്ക് പരിക്ക്. മഹാരാഷ്ട്രയിൽ മറാഠി പഠിക്കാത്ത ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കെതിരെ കടുത്ത നടപടി. ഭാഷ പഠിക്കാനുള്ള 3 മാസത്തെ കാലാവധി ആഗസ്റ്റ് 15 അവസാനിക്കും. ഭാഷാ പ്രാവീണ്യം നേടാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനം. മഹാരാഷ്ട്രയിൽ കർഷക സമരങ്ങൾ ബലം കണ്ടു. 6 ലക്ഷം കർഷകർക്ക് ആശ്വാസമായി കർഷക വായ്പ എഴുതിത്തള്ളി. സിദ്ധിവിനായക് ക്ഷേത്രത്തിലെ കാണിക്കപ്പണത്തിൽ ക്രമക്കേടെന്ന ആരോപണം. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. മുംബൈ കലാ സാംസ്കാരിക രംഗത്തിന് പുത്തനുണർവേകി ശ്രീനാരായണ കലാക്ഷേത്രത്തിന് തുടക്കമായി. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി തുക്കാറാം മുണ്ടെ. മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണറായ തുക്കാറാം മുണ്ടയുടെ ഏറ്റവും പുതിയ തീരുമാനമാണ് വീണ്ടും ചർച്ചയാകുന്നത്. വാർത്തകൾ വിശദമായി. മുംബൈ ഘാട്ട്കോപ്പറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 3 കുട്ടികളടക്കം 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പുലർച്ചെയുണ്ടായ ദുരന്തത്തിൽ വീടുകൾ മണ്ണിനടിയിലായതോടെ രക്ഷാപ്രവർത്തനവും ഏറെ ദുഷ്കരമായി. മുംബൈയിൽ ഘാട്ട്കോപ്പർ അശോക് നഗറിൽ പുലർച്ചെ 4 മണിയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. കുന്നിൻ ചെരുവിൽ നിന്നുള്ള മണ്ണും അവശിഷ്ടങ്ങളും 2-3 വീടുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. പരിക്കേറ്റ 7 പേരെ രാജവാടി ബാബ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ പറയുന്നത്. അഗ്നിശമന സേന, പോലീസ്, NDRF, ആംബുലൻസ് സർവീസ്, BMC ജീവനക്കാർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രദേശത്തേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ്. ഭാരമേറിയ രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ എത്തിക്കുന്നതും വലിയ വെല്ലുവിളിയായി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ചികിത്സയ്ക്കായി 50,000 രൂപയും അടിയന്തര സഹായമായി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലെ താമസക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശമുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ പ്രദേശത്തെ BMC നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ടാക്സി ഓട്ടോ ഡ്രൈവർമാർക്ക് മറാഠി ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കി മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ചട്ടങ്ങൾ പ്രകാരമാണ് പുതിയ നിർദ്ദേശം നടപ്പാക്കുന്നത്. ഭാഷ പഠിച്ചില്ലെങ്കിൽ ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പ്രതാപ് സർനായക്. മഹാരാഷ്ട്രയിൽ ടാക്സി, ഓട്ടോറിക്ഷ, ആപ്പ് അധിഷ്ഠിത മോട്ടോർ ക്യാബ് തുടങ്ങിയ വാണിജ്യ യാത്രാ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കാണ് മറാഠി ഭാഷയിൽ പ്രായോഗിക പരിജ്ഞാനം നിർബന്ധമാക്കിയിരിക്കുന്നത്. वो तो गलत है. देखिए सरासरी गलत है. 25-30 साल हो गया. ये चीज़ पहले अनिवार्य करना चाहिए था कि मराठी बोलेंगे तब लाइसेंस मिलेगा, तब परमिट मिलेगा. तो हम उस टाइम इंटरव्यू देते थे ना, हम पास हो जाते थे, या नहीं होते थे तो नहीं देते थे. മഹാരാഷ്ട്ര മോട്ടോർ വാഹന ചട്ടങ്ങൾ 1989 വരുത്തിയ ഭേദഗതിയിലൂടെയാണ് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയത്. വാണിജ്യ ഡ്രൈവിംഗ് അംഗീകാരത്തിനും ചില വിഭാഗങ്ങളിലെ പെർമിറ്റുകൾക്കും ഇനി മറാഠി ഭാഷാ പരിജ്ഞാനം മാനദണ്ഡമാകും. അപേക്ഷകരുടെ മറാഠി പ്രാവീണ്യം തൃപ്തികരമാണോ എന്ന് ലൈസൻസിംഗ് അതോറിറ്റിയാണ് പരിശോധിക്കുക. നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് അംഗീകാരം 3 മാസം വരെ സസ്പെൻഡ് ചെയ്യാം. ആവർത്തിച്ചുള്ള ലംഘനങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഡ്രൈവിംഗ് ബാഡ്ജോ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട്. പെർമിറ്റ് ഉടമകൾക്കും നടപടിയുണ്ടാകും. യാത്രക്കാരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താനും അവരുടെ ആവശ്യങ്ങളും പരാതികളും മനസ്സിലാക്കാനും പ്രാദേശിക ഭാഷയിലെ പ്രായോഗിക പരിജ്ഞാനം അനിവാര്യമാണെന്നാണ് ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്കിന്റെ വിശദീകരണം. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാനാണോ ഈ ഭേദഗതി, അതോ ഭാഷ നിബന്ധനയിലൂടെ വാണിജ്യ ഡ്രൈവർമാർക്ക് പുതിയ നിയന്ത്രണമോ? വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന തീരുമാനമാകും ഇത്. കർഷക സമരങ്ങൾക്ക് ഒടുവിൽ വിജയം. മാസങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിനും ശക്തമായ സമ്മർദ്ദത്തിനും പിന്നാലെ കർഷക വായ്പ എഴുതിത്തള്ളൽ പദ്ധതിയിലെ 2 നിയന്ത്രണ വ്യവസ്ഥകൾ മഹാരാഷ്ട്ര സർക്കാർ പിൻവലിച്ചു. ഇതോടെ 6 ലക്ഷം കർഷകർക്ക് ആശ്വാസം. കാർഷിക വായ്പ എഴുതിത്തള്ളൽ പദ്ധതിയുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാർ ആദ്യഘട്ടത്തിൽ 6 ലക്ഷത്തിലധികം കർഷകരുടെ വായ്പാ അക്കൗണ്ടുകളിലേക്ക് 5027 കോടി രൂപ നേരിട്ട് നിക്ഷേപിച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് ഇക്കാര്യം അറിയിച്ചത്. आज जवळपास 5,029 कोटी रुपये हा पहिला हप्ता 6,22,207 शेतकऱ्यांच्या खात्यामध्ये गेला आहे. വായ്പാ എഴുതിത്തള്ളലിന്റെ ആനുകൂല്യം ലഭിച്ച അർഹരായ കർഷകർക്ക് വിളവായ്പ ലഭ്യമാക്കാൻ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഫട്നാവിസ് വ്യക്തമാക്കി. ॲग्रीस्टॅक नंबर आणि आधार ऑथेंटिकेशन करून त्यांची खाती नील करायची अशा प्रकारचं आपण काम हातामध्ये घेतलं होतं. മറാഠ സംവരണത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. സംവരണ ആവശ്യങ്ങൾ സർക്കാർ കേൾക്കുമെന്നും എന്നാൽ തീരുമാനങ്ങൾ ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ചട്ടക്കൂടുകളിൽ നിന്ന് മാത്രമായിരിക്കുമെന്നും ഫട്നാവിസ് വ്യക്തമാക്കി. ഇതോടെ മഹാരാഷ്ട്രയിൽ മറാഠ സംവരണം കീറാമുട്ടിയായി തുടരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രതികരണം. മറാഠകൾ, OBC-കൾ, പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ എല്ലാ സമുദായങ്ങൾക്കും നീതി ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഫട്നാവിസ് പറഞ്ഞു. आम्हाला मराठा समाज असो, OBC समाज असो, SC असो, ST असो, BJ असो, NT असो,
संविधानाने सगळ्यांची काळजी घ्यायला सांगितलेली आहे. हे सरकार सगळ्यांची काळजी घेईल, सगळ्यांना न्याय देईल. ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ല. നിയമപരമായി സാധ്യമല്ലാത്ത ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു സമുദായത്തിൽ നിന്ന് അവകാശമെടുത്ത് മറ്റൊരു സമുദായത്തിന് നൽകില്ലെന്നും ഫട്നാവിസ് പറഞ്ഞു. एकाचं ओरबाडून दुसऱ्याला, दुसऱ्याचं ओरबाडून याला असं हे सरकार करणार नाही. सगळ्यांची काळजी आम्ही घेऊ, आजपर्यंत घेतलीच आहे. എന്നാൽ ഈ വാദം സ്വീകരിക്കാൻ മറാഠ സംവരണ ആക്ടിവിസ്റ്റ് മനോജ് ജരംगे പാട്ടീൽ തയ്യാറല്ല. मराठा समाजाचे प्रमाणपत्र रद्द करतायत आणि फडणवीस तुम्हाला मराठ्यांनी सत्तेवर बसवलं. മനോജ് ജാരംഗെ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നടന്ന നിരവധി പ്രക്ഷോഭങ്ങൾക്കൊടുവിലും മറാഠ സംവരണ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. മറാഠ സമുദായത്തിന്റെ ആവശ്യം ഒരു വശത്തും OBC ഉൾപ്പെടെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശവാദങ്ങൾ മറുവശത്തും നിൽക്കുമ്പോൾ ഭരണഘടനാപരമായ പരിധിക്കുള്ളിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്തുക സർക്കാരിന് എളുപ്പമല്ല. അംഗം തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ജാരംഗെ പാട്ടീൽ. ഇനിയുള്ള സമരം മുംബൈയിലായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. आता आम्हाला आमच्या पद्धतीनं न्याय घ्यावा लागणार आहे आणि एखाद्या वेळेस मुंबईलाच आंदोलन करण्याचा निर्णय होऊ शकतो. അതുകൊണ്ട് തന്നെ ഉടനൊരു അന്തിമ പരിഹാരം ഉണ്ടാകുമോ എന്നത് അനിശ്ചിതമാണ്. മറാഠ സംവരണ പ്രശ്നം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇനിയും ഏറെക്കാലം സജീവമായി തുടരാനാണ് സാധ്യത. മുംബൈയിലെ പ്രശസ്തമായ സിദ്ധിവിനായക് ക്ഷേത്രത്തിലെ കാണിക്കപ്പണത്തിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. കഴിഞ്ഞ 5 വർഷത്തെ ക്ഷേത്രത്തിലെ സാമ്പത്തിക രേഖകളും കാണിക്കപ്പണത്തിന്റെ കണക്കുകളും വിശദമായി പരിശോധിക്കും. ക്ഷേത്രത്തിൽ നിന്ന് പ്രതിവർഷം 18 കോടി രൂപയോളം തട്ടിയെടുത്തെന്ന് രാജ് താക്കറെ ഉന്നയിച്ചിരുന്നു. മുംബൈയിലെ സിദ്ധിവിനായക് ക്ഷേത്രത്തിലെ കാണിക്കപ്പണത്തിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തെ തുടർന്നാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ നടപടി. ക്ഷേത്രത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ രേഖകൾ പരിശോധിച്ച് സമഗ്ര അന്വേഷണം നടത്താനാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2023 മുതൽ 2026 വരെയുള്ള ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെയും കാണിക്കപ്പണത്തിന്റെയും വിശദമായ കണക്കുകൾ ക്ഷേത്ര ട്രസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ക്ഷേത്രത്തിൽ നിന്ന് പ്രതിവർഷം 18 കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന ആരോപണം മഹാരാഷ്ട്ര നവനിർമ്മാण സേന അധ്യക്ഷൻ രാജ് താക്കറെ ഉന്നയിച്ചിരുന്നു. हे सगळं म्हणजे 18 कोटी रुपये दर वर्षाचे सिद्धिविनायक मंदिरामधनं चोरी होतीये. आपण भाबडेपणाने, भाविकपणे आपण तिकडे जातोय, दानपेटीमध्ये आपण टाकतोय. हे असल्या चोऱ्या होत आहेत. ही माणसं सगळी मंदिरं लुटतायत. വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും രംഗത്തെത്തിയിരുന്നു. ക്ഷേത്രത്തിലെ 11 ട്രസ്റ്റിമാരിൽ 8 പേർ ഒപ്പിട്ട കത്ത് രാജ് താക്കറെ പുറത്തുവിട്ടിരുന്നു. ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ വിവാദത്തിനും വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുന്ന അന്വേഷണത്തിലൂടെ ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം പുറത്തുവരുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. തിരിച്ചുവരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. മോഹിനിയാട്ടം ചെയ്യുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ചൂലെടുത്തടിക്കുകയും തിളച്ച വെള്ളം കോരി ഒഴിക്കുകയൊക്കെ ചെയ്തിരുന്ന ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഓരോ വിഭവവും രാജകീയ അനുഭവം. രുചിയുടെ രാജകീയ ലോകം. Discover a royal world of flavors. Royal Rasoi, Kharghar, Nerul, Panvel, where elegance meets authentic taste. Opportunities are everywhere, yet for many, the right opportunity can feel just out of reach. In a rapidly changing world, success depends on the right skill, the right guidance, and the right connections. That's where Seagull International makes the difference. For decades, we have been connecting talent with opportunity through professional training and global placement solutions. Seagull International continues to open doors to a brighter future. Seagull International, empowering dreams, building futures, connecting India to the world. മലയാളി കൂട്ടായ്മ ഖാർഗർ അസോസിയേഷൻ ഇതാ ഒരുക്കുന്നു ഗംഗാ തരംഗം. ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മളുടെ യങ് ഐക്കോണിക് വയലിൻ പ്രൊഡിജി ഗംഗാ ശശിധരൻ. ഗംഗാതരംഗം എന്ന പരിപാടിയിൽ ഒരു മനോഹര സംഗീത വിരുന്നുമായി ഞങ്ങൾ എത്തുന്നു. വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത് നമ്മളുടെ മലയാളി സീരിയൽ ആസ് വെൽ ആസ് ഫിലിം ആക്ടർ അനീഷ് രവിയാണ്. ഹലോ, നമസ്കാരം. മലയാളി കൂട്ടായ്മ വെൽഫെയർ അസോസിയേഷൻ ഖാർഗർ ഈ വരുന്ന സെപ്റ്റംബർ 5 ഗംഗാ തരംഗം എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്.
ഈ ഗംഗാതരംഗത്തിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? മാർക്ക് യുവർ കാലണ്ടേഴ്സ്. 5th September 6 PM onwards, ഖാർഗർ. ഈ ഗംഗാതരംഗം ഷോ ജസ്റ്റ് ഒരു മ്യൂസിക്കൽ നൈറ്റ് അല്ല, ഇതൊരു നോബൽ കോസിനും കൂടിയിട്ടുള്ള ഒരു വെൽഫെയർ പ്രോഗ്രാം ആണ്. I'll be waiting for you. Let's meet on September 5th. മഹാരാഷ്ട്രയുടെ വിവിധ ഇടങ്ങളിലായി നടന്ന വാവുബലിയിൽ ആയിരങ്ങൾ പിതൃതർപ്പണത്തിൽ പങ്കുചേർന്നു. മനുഷ്യനും പ്രകൃതിയും പൂർവിക സ്മരണകളും തമ്മിലുള്ള അദൃശ്യമായ ആത്മബന്ധത്തിന് സാക്ഷ്യം വഹിച്ചാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാവുബലി ആചരിച്ചത്. മുംബൈ, പൂനെ അടക്കം മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ മലയാളി സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മൺമറഞ്ഞവരുടെ സ്മരണയിൽ കർക്കിടക വാവുബലി ദിനത്തിൽ മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ പിതൃതർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. നവി മുംബൈയിൽ വാഷി അയ്യപ്പ ക്ഷേത്രം, നിരുൾ ഗുരുദേവഗിരി, NSS പൂനെ, SNDP പൻവേൽ, ശ്രീനാരായണ ചൈതന്യ ട്രസ്റ്റ് ന്യൂ പൻവേൽ, SNDP യോഗം മലാഡ് മാൽവാണി ശാഖ കൂടാതെ ബദലാപൂർ ശ്രീരാമദാസ് ആശ്രമത്തിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പിതൃപുണ്യം തേടി ബലിതർപ്പണം നടത്തി. മനുഷ്യനും പ്രകൃതിയും പൂർവിക സ്മരണകളും തമ്മിലുള്ള അദൃശ്യമായ ആത്മബന്ധത്തിന് സാക്ഷ്യം വഹിച്ചാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാവുബലി ആചരിച്ചത്. ശബരിമലയിൽ ഇക്കുറി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള തീർത്ഥാടനമെന്ന് K. ജയകുമാർ. AI പോലുള്ള ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള വൻ വികസന പദ്ധതിക്കാണ് തീർത്ഥാടന കേന്ദ്രം തുടക്കമിടുന്നത്. മുംബൈയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ശബരിമലയിലെ മണ്ഡലകാല തീർത്ഥാടനം സുഗമമാക്കാൻ ഇക്കുറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക സംവിധാനങ്ങളും തയ്യാറാകുന്നു. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 10 ആരംഭിക്കാനാണ് തീരുമാനമെന്ന് K. ജയകുമാർ അറിയിച്ചു. ശബരിമല ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ തുടർന്നു പോകുന്നത് അയ്യപ്പനോട് തന്നെ, അയ്യപ്പ ഭക്തന്മാരോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാങ്കേതികമായ സൊല്യൂഷൻസ് ഉള്ളപ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു അധർമ്മമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുംബൈയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. കേരളത്തിന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലെത്തുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനമാണ് മഹാരാഷ്ട്ര. ഇതര ഭാഷക്കാരടക്കം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് വർഷം തോറും ശബരിമലയിലെത്തുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കെല്ലാം വലിയ അനുഗ്രഹമായിരിക്കും ഈ നൂതന സംവിധാനങ്ങൾ. തിരക്ക് നിയന്ത്രിക്കലും ശുചീകരണവും അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് മാത്രമല്ല, ശുചീകരണത്തിന്റെ കാര്യത്തിലായാലും ശരി, ക്രൗഡ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, അക്കോമഡേഷന്റെ കാര്യത്തിൽ, മറ്റ് ക്രമീകരണങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരു ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബെറ്റർ എഫിഷ്യൻസി, ബെറ്റർ ട്രാൻസ്പെറൻസി അത് വരുത്താൻ നമുക്കൊരു ബാധ്യതയുണ്ട്. ശുചിത്വ മിഷനുമായി ചേർന്ന് മാലിന്യ സംസ്കരണത്തിനുള്ള നടപടികൾ ഇതിനകം തയ്യാറായി കഴിഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ കാണാം മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും. 50 मीटर पेरीफेरी में स्कूल के HFSS फूड अलाउड नहीं है, वो प्रोहिबिटेड है. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandroquet, the ultimate dandruff solution. Opportunities are everywhere, yet for many, the right opportunity can feel just out of reach. In a rapidly changing world, success depends on the right skill, the right guidance, and the right connections. That's where Seagull International makes the difference. For decades, we have been connecting talent with opportunity through professional training and global placement solutions. Seagull International continues to open doors to a brighter future. Seagull International, empowering dreams, building futures, connecting India to the world. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ, പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. മലയാളി കൂട്ടായ്മ ഖാർഗർ അസോസിയേഷൻ ഇതാ ഒരുക്കുന്നു ഗംഗാ തരംഗം. ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മളുടെ യങ് ഐക്കോണിക് വയലിൻ പ്രൊഡിജി ഗംഗാ ശശിധരൻ. ഗംഗാതരംഗം എന്ന പരിപാടിയിൽ ഒരു മനോഹര സംഗീത വിരുന്നുമായി ഞങ്ങൾ എത്തുന്നു. വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത് നമ്മളുടെ മലയാളി സീരിയൽ ആസ് വെൽ ആസ് ഫിലിം ആക്ടർ അനീഷ് രവിയാണ്. ഹലോ, നമസ്കാരം. മലയാളി കൂട്ടായ്മ വെൽഫെയർ അസോസിയേഷൻ ഖാർഗർ
ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി ഗംഗാതരംഗം എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഈ ഗംഗാതരംഗത്തിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? മാർക്ക് യുവർ കാലണ്ടേഴ്സ്. 5th September 6 PM onwards, ഖാർഗർ. ഈ ഗംഗാതരംഗം ഷോ ജസ്റ്റ് ഒരു മ്യൂസിക്കൽ നൈറ്റ് അല്ല, ഇതൊരു നോബൽ കോസിനും കൂടിയിട്ടുള്ള ഒരു വെൽഫെയർ പ്രോഗ്രാം ആണ്. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ലെറ്റ്സ് മീറ്റ് ഓൺ September 5th.